ലളിതാ സഹസ്രനാമ പാരായണം മറ്റെല്ലാ മന്ത്രങ്ങളെക്കാളും മേലെയാണ്. അതിന് തുല്യമായി വേറൊരു മന്ത്രവും ഇല്ല. എത്ര പറഞ്ഞാലും തീരാത്ത പുണ്യമാണ് ലളിതാ സഹസ്രനാമത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് പാരായണം ചെയ്യുന്നവരുടെ എല്ലാ ക്ലേശങ്ങളും ഭഗവതി മാറ്റിത്തരും എന്നാണ് വിശ്വാസം. വിവിധ ജന്മങ്ങളിൽ ആർജിച്ച പാവങ്ങൾ വരെ ഈ സഹസ്രനാമ ജപം കൊണ്ട് തീരുന്നതാണ്. ഈ സ്തോത്രം നിത്യവും പാരായണം ചെയ്യുന്ന വീട്ടിൽ ദാരിദ്ര്യവും രോഗദുരിതവും ഉണ്ടാവുകയില്ലെന്ന് തീർച്ച. അർത്ഥം അറിയാതെ ജപിച്ചാൽ പോലും അതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അർത്ഥം അറിഞ്ഞു വായിച്ചാലോ പുനർജന്മമില്ലാതെ മോക്ഷം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാതൃസ്വരൂപിണിയായ ദേവി മക്കളായ നമ്മൾ മനസ്സറിഞ്ഞു വിളിച്ചാൽ ഓടിയെത്തും. എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ കഴിയാത്തവർ പൗർണമി, അമാവാസി, വെള്ളി, ചൊവ്വ എന്നീ ദിവസങ്ങളിലെങ്കിലും പാരായണം ചെയ്യണം. സ്ത്രീ പുരുഷ ഭേദമന്യേ പാരായണം ചെയ്യേണ്ടതാണ്. അതേപോലെ ഏതു സമയത്തും ഇത് ജപിക്കാൻ കഴിയും. അമ്മയെ വിളിക്കാൻ സമയമോ ദിവസമോ നോക്കേണ്ട കാര്യമില്ല. നിത്യേന ജപിക്കാവുന്നതാണ്. അമ്മ എന്ന ഭാവത്തോടു കൂടി ജപിക്കുമ്പോൾ യാതൊരു ദീക്ഷാമന്ത്രത്തിൻ്റെയും ആവശ്യമില്ല. ഭക്തിയോടുകൂടി ജപിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അക്ഷരത്തെറ്റു വന്നാൽ പോലും ജഗത് സ്വരൂപിണിയായ ദേവി അതും പൊറുത്തുകൊള്ളും. ഈ സ്തോത്ര പാരായണം കൊണ്ട് മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ സാധിക്കും. അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നത് ഇരട്ടി ഫലം തരും. ഈ സ്തോത്രം പഞ്ചകൃത്യമാണ്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, തിരോധാനം എന്നിവയാണ് 5 കൃത്യങ്ങൾ. വിഷ്ണു സഹസ്രനാമം ഏറ്റവും പുണ്യമാണെന്ന് നമ്മൾ കണക്കാക്കുന്നു. 1000 തവണ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു തവണ ശിവസഹസ്രനാമം ചൊല്ലുന്നത്. അങ്ങനെ 1000 തവണ ശിവസഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് ഒരു തവണ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ കിട്ടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ വീഡിയോയിൽ ദേവിയുടെ വളരെ ശക്തിയുള്ള നാമങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അത് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണണം. അപ്പോൾ ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 92 മുതൽ 102 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 92ാമത്തെ നാമം കുളാങ്കന. ഈ ആരാധനാക്രമവും എല്ലാം ദേവിയുടെ ശരീരം തന്നെയാണ്. ഇതിനെ വേറെ രീതിയിൽ പറഞ്ഞാൽ കുലാങ്കന. ല എന്നതിന് ല എന്നും പറയാറുണ്ട്. ഈ കൗളമാർഗം വളരെ രഹസ്യമായി ദേവി വെച്ചിരിക്കുന്നു. കുലീനമായവൾ കുലാങ്കന. ഈ കൗളമാർഗത്തിലെ ആരാധനാക്രമവും ഒരു ഗുരുവിൽ നിന്ന് മാത്രം പഠിക്കേണ്ടതാണ്. അത് അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കുളാങ്കന എന്ന പേര് കൊടുത്തത്. ഇനി 93ാമത്തെ നാമം കുളാന്തസ്ഥ. ഈ കൗളമാർഗ ആരാധനയിൽ കുടികൊള്ളുന്നവൾ എന്നർത്ഥം. ഇനി 94ാമത്തെ നാമം കൗളിനി. അതും ഈ കൗളമാർഗത്തെ സംബന്ധിച്ചവൾ, കൗളമാർഗത്തിലൂടെ ആരാധിച്ച് പ്രാപിക്കേണ്ടവൾ എന്നർത്ഥം. ഇനി 95ാമത്തെ നാമം കുളയോഗിനി അല്ലെങ്കിൽ കുലയോഗിനി. ല, ല എന്നിവയ്ക്ക് അഭേദം എന്ന ഒരു സൂത്രമുണ്ട് വ്യാകരണത്തിൽ. കുലം എന്നതിന് ചക്രം എന്ന ഒരു അർത്ഥവുമുണ്ട്. മൂലാധാര ചക്രത്തെയാണ് ഇവിടെ ചക്രം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഷഡാധാര ചക്രത്തെയാണ് ഇവിടെ ചക്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. കുണ്ടലിനി ശക്തിയെ ഉണർത്തിയിട്ട് അത് പിന്നീട് 6 ചക്രങ്ങളിലൂടെ കടന്നിട്ടാണ് സഹസ്രാര പത്മത്തിൽ എത്തുന്നത്.
അങ്ങനെ ഷഡാധാര ചക്രത്തിൽ ചേർന്നിരിക്കുന്നവൾ കുലയോഗിനി എന്നർത്ഥം. ഇനി 96ാമത്തെ നാമം അകുല. കുലമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയാണ്, ദേവിയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ആ ദേവിക്ക് സ്വന്തമായിട്ട് ഒരു കാരണമില്ല, സ്വയം ഭൂജാതയായതാണ്. അതുകൊണ്ടാണ് അകുല എന്ന പേര് വന്നത്. ഇനി 97ാമത്തെ നാമം സമയാന്തസ്ഥ. അപ്പോൾ സമയമാർഗം എന്നത് മറ്റൊരു ശക്തി ആരാധനയുടെ മാർഗമാണ്. ആ ഒരു ആരാധനാക്രമത്തിൽ അവിടെ അന്തർഭൂതയായിരിക്കുന്നവൾ എന്നർത്ഥം. ഇനി 98ാമത്തെ നാമം സമയാചാര തത്പര. സമയാചാരമെന്ന സാധനാ സമ്പ്രദായത്തിൽ താൽപ്പര്യമുള്ളവൾ എന്നർത്ഥം. തൻ്റെ സാധന ചെയ്യുന്നവരിൽ താൽപ്പര്യമുള്ളവൾ, അവരെ അനുഗ്രഹിക്കുന്നവൾ എന്നർത്ഥം. ഇനി 99ാമത്തെ നാമം മൂലാധാരൈക നിലയ. മൂലാധാര ഐക നിലയ. മൂലാധാരം തന്നെ തൻ്റെ നിലയമായിട്ടുള്ളത് ആർക്കാണോ അവൾ. കുണ്ടലിനി ശക്തി മൂലാധാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ശക്തിയെയാണ് ഉണർത്തിവിട്ടിട്ട് ശിവനോട് ചേർത്ത് വയ്ക്കുന്നത്, സഹസ്രാര പത്മത്തിൽ ശിവനോട് ചേർത്ത് വയ്ക്കുന്നത്. അപ്പോഴാണ് പരമാനന്ദം. നമ്മൾ ഉണർത്തിവിടാത്തിടത്തോളം ദേവി ഉറങ്ങിക്കിടക്കുന്നത് മൂലാധാരത്തിലാണ്. അതുകൊണ്ടാണ് മൂലാധാരം തൻ്റെ നിലയമാക്കി വെച്ചിരിക്കുന്നവൾ എന്ന് പറയുന്നത്. ഇനി 100ാമത്തെ നാമം ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിക്കുന്നവൾ. മൂലാധാരത്തിൽ നിന്നും ഉണർത്തിവിടുന്ന ആ കുണ്ടലിനി ശക്തി സ്വാധിഷ്ഠാന ചക്രം കടന്നിട്ട് അവിടെയുള്ള ബ്രഹ്മഗ്രന്ഥിയെ പൊട്ടിക്കുന്നു. അങ്ങനെ പൊട്ടിച്ച് അതിൽ നിന്നും മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോരോ ഗ്രന്ഥികളും പൊട്ടിക്കുന്തോറും ആ സാധകന് ആത്മീയ തലത്തിൽ ഉയരാൻ സാധിക്കുന്നു. അങ്ങനെ ആ സാധകന് മേൽപോട്ടുയരാൻ ശക്തി കൊടുക്കുന്ന ദേവിയാണ് ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്നർത്ഥം. ഇനി 101ാമത്തെ നാമം മണിപൂരാന്തരുദിത. മണിപൂര അന്തരുദിത. മണിപൂര ചക്രം സ്വാധിഷ്ഠാന ചക്രം കഴിഞ്ഞിട്ടുള്ള ചക്രമാണ് മണിപൂര ചക്രം. അവിടെ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. ഇനി 102ാമത്തെ നാമം വിഷ്ണുഗ്രന്ഥി വിഭേദിനി. വിഷ്ണുഗ്രന്ഥിയെ വിശേഷേണ ഭേദിക്കുന്നവൾ എന്നർത്ഥം. അഗ്നി സൂര്യമയങ്ങളായ 2 ചക്രങ്ങളാണ് മണിപൂരക ചക്രവും അനാഹത ചക്രവും. ഈ 2 ചക്രങ്ങളും സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്ന തേജോമയമായ ചക്രങ്ങളാണ് വിഷ്ണുഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷ്ണുഗ്രന്ഥിയെയും ഭേദിച്ചുകൊണ്ട് ആ ശക്തി അങ്ങനെ മുകളിലേക്ക് ഉയരുന്നു എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ.